ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ 2025 കഴിഞ്ഞ 2026 പ്രവേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ദൈവം നമ്മൾക്ക് ദാനമായി നൽകിയ സകല കൃപാവരങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും പുതിയൊരു വർഷത്തിൻ്റെ ആരംഭത്തിൽ ദൈവം നമുക്ക് ചൊരിയാനിരിക്കുന്ന നന്മകളെ ഓർത്ത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടും കടന്നു പോകുന്ന നിമിഷങ്ങളാണ്. പുതുവത്സരത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. തിന്മയുടെ തല തകർത്ത് മനുഷ്യകുലത്തെ രക്ഷിക്കാനുള്ള പദ്ധതി ദൈവം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 15-ാം തിരുവചനത്തിലൂടെ അനാവരണം ചെയ്തു കഴിഞ്ഞു. അവിടെ രക്ഷകന്റെ ആഗമനത്തെക്കുറിച്ച് യെശയ്യാ പ്രവാചകന്റെ ഗ്രന്ഥം 7-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുവതി ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, എമ്മാനുവൽ എന്നവൻ വിളിക്കപ്പെടും. അത് പൂർത്തീകരിക്കുമ്പോൾ അത് മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവൽ എന്നതിനർത്ഥം ദൈവം നമ്മോടുകൂടെ. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവം ഇനിയും നമ്മളെ പരിപാലിക്കുമെന്ന പ്രത്യാശയുടെ ഒരു സന്ദേശം അതിൽ നമുക്ക് ലഭിക്കുകയാണ്. ഇതാ സകല ജനത്തിനു വേണ്ടിയുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. നമ്മൾക്ക് മാത്രമല്ല, സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിന്റെ സദ്വാർത്ത. ഈ സന്തോഷത്തിന്റെ സദ്വാർത്ത എന്ന് പറയുമ്പോൾ സന്തോഷം പരിശുദ്ധാത്മാവിൽ നിന്ന് കടന്നു വരുന്നതാണ്. അപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സജീവമായ സാന്നിധ്യം ഈ തിരുവചനങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുകയും ചെയ്യും. ഈ തിരുവചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ പരിശുദ്ധ ത്രിത്വത്തിന്റെ സജീവ സ്മരണയും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും. ആ സജീവ സ്മരണയിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ ഒരു നമ്മുടെ കാലഘട്ടം മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ നിറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഈ ഒരു കാര്യത്തിനായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മോടുകൂടെ, എമ്മാനുവലായ ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തോടുകൂടി ജീവിക്കുവാൻ നമുക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം സമൃദ്ധമായി നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.